പുലികളി ഇറങ്ങിയ ആവേശത്തിൽ തൃശൂർ നഗരം സ്വരാജ് റൗണ്ടിൽ നിന്നും ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആവേശകരമായി തൃശൂർ നഗരം മാറിയിരിക്കുകയാണ്. പുലികളെല്ലാം തന്നെ ഇപ്പോൾ നഗരത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. പുലിക്കൂട്ടിൽ നിന്നും പുലികളെല്ലാം തന്നെ പുറത്ത് ഇറങ്ങിയിരിക്കുന്നു. വാദ്യമേളങ്ങളുടെ പുലികൾ താളം വെച്ച് ഇപ്പോൾ തൃശൂരിന്റെ സ്വരാജ് റൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. സ്വരാജ് റൗണ്ട് ചുറ്റും ഇപ്പോൾ പുലികൾ താളത്തോടെ സഞ്ചരിക്കുകയാണ്. നമുക്കറിയാം തൃശ്ശൂരിന്റെ ഒരു ആവേശം തന്നെയാണ് ഈ പുലിക്കളി. കാരണം പ്രത്യേകിച്ച് ഓണത്തിന്റെ 4ാം നാളിൽ നടക്കുന്ന ഈ പുലിക്കളി, അതാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂരുകാരുടെ ഓണം എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട തനതായ ഈ ഒരു കലാരൂപം എന്ന് പറയുമ്പോൾ അത് തൃശ്ശൂരിൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായി നടക്കുന്നത്. പുലികളി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ അടക്കം ഗ്രാമപ്രദേശങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇത്തരം പുലികളികൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ജനപ്രിയമായി നടപ്പാക്കുന്നതും അത് ഏകദേശം 200 വർഷത്തോളമായി തൃശ്ശൂരിൽ ഇത്തരം പുലികളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തും എല്ലാം തന്നെ ഈ പുലിക്കളി വളരെ ശ്രദ്ധേയമായി പ്രത്യേക രീതിയിൽ താളം വിട്ട് അവർ പ്രത്യേക രീതിയിൽ ചിലങ്കയെല്ലാം കുലുക്കി പ്രത്യേക രീതിയിൽ അവർ താളത്തോടെ സഞ്ചരിക്കുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തമായി വളരെ ആഘോഷഭരിതമായി തന്നെയാണ് ഈ പുലിക്കളി ഇവിടെ നടക്കുന്നത്. ഇത്തവണ ഏകദേശം 7 ടീമാണ് ഈ പുലിക്കളിയിൽ ഉള്ളത്. അതിൽ തന്നെ 51 മുതൽ 55 വരെയുള്ള പേരടങ്ങുന്ന അതാണ് ഒരു ടീമിൽ ഉള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സീതാറാം മിൽ ദേശത്തിന്റെ പുലികളിയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകം താളമിട്ട് പ്രത്യേക രീതിയിലുള്ള പുലികളി. അങ്ങനെ വളരെ ആവേശത്തിലാണ് ഈ ഒരു ദിവസം തൃശ്ശൂർക്കാർ ആഘോഷിക്കുന്നത്. നഗരത്തിന് പുറത്തു നിന്നുള്ള നിരവധി ആളുകൾ, നഗരത്തിന് പുറത്തും അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിൽ നിന്നടക്കമുള്ള നിരവധി ആളുകളാണ് ഈ തൃശ്ശൂരിൽ പുലികളി കാണാനായി എത്തുന്നത്. ആ ആവേശം തോരാതെ തന്നെയാണ് ഇപ്പോഴും ഈ പുലികളി തുടർന്നുകൊണ്ടിരിക്കുന്നത്.